നമ്മളവിടെ ചെവി ക്ലീൻ ചെയ്യാം, ഗ്രൂമിങ്ങിനുണ്ടോ? എവിടെയായിരുന്നു? ഷൊർണൂരിൻ്റെ അപ്പുറ. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. എനിക്കും കുഴപ്പമൊന്നുമില്ല, ഞാനും സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ വണ്ടിയിലാണ്, ജൂഡി ഉണ്ട് ബാക്കില്. ഞങ്ങൾ ജൂഡിനെയും കൂട്ടി ഗ്രൂമിങ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോവാണ്. നമ്മളിപ്പോൾ നാട്ടിൽ ഷിഫ്റ്റ് ആയല്ലോ. ഇവിടെ വന്നതിന് ശേഷം ജൂഡിക്ക് അവൾക്ക് സെറ്റായി വരുന്നല്ലോ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ ഇപ്പൊ തന്നെ മൺസൂൺ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഞാൻ ഇതിനു മുന്നേ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവളുടെ പെറ്റ് കെയർ. അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മൺസൂൺ റിലേറ്റഡ് സ്കിൻ ഇഷ്യൂ ഇവൾക്ക് വന്ന്. അപ്പോൾ മൂപ്പരാൾക്ക് ഇൻഫെക്ഷനൊക്കെ ശരിയായി, ഇപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല. ചെറിയ ഹെയർ ഒക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇപ്പം ഇൻഫെക്ഷനൊന്നുമില്ല. അത് കാരണം പക്ഷെ ചെവിയിലൊക്കെ നല്ലോണം അഴുക്ക് വന്നിട്ടുണ്ട്. ഞങ്ങള് ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ പിന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ അതും മാത്രമല്ല, ഞങ്ങൾ ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവൾക്ക് നല്ലോണം ഇച്ചിങ് ആയിരുന്നു ചെവി കുറച്ച് ദിവസമായിട്ട്. അങ്ങനെ ഒരു ചെവിയിൽ മൊത്തം റെഡ് കളർ ആയിട്ടുണ്ട്, ഇൻഫെക്ഷൻ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് നന്നായി ഗ്രൂം ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് സെഷന് വേണ്ടിയിട്ട് ഗ്രൂമിങ് ചെയ്യിപ്പിക്കാൻ കൊണ്ടുപോവാണ്. ഇപ്പം നാട്ടിൽ വന്നതിന് ശേഷം അരനേട്ടിൻ്റെ അടുത്താണ് ജൂഡി സ്ഥിരമായിട്ട് നിൽക്കാറ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ ഗൂഗിളിൽ നല്ല റിവ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ വടക്കാഞ്ചേരി ഓട്ടുപാറ അവിടെയാണ് നമ്മൾ ഗ്രൂം ചെയ്യിപ്പിക്കാൻ കൊണ്ടുവന്നത്. പുള്ളിക്കാരത്തിൻ്റെ നെയിൽസ് ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട്. നമുക്ക് മേത്തൊക്കെ ചാടുന്ന സമയത്ത് ഒരുപാട് സ്ക്രാച്ച് വരാറുണ്ട്, നല്ലോണം ചോരയൊക്കെ വരും ചില സമയത്തൊക്കെ. അത് കാരണം നെയിൽസും ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്, സുന്ദരിയാക്കി എടുക്കാനുണ്ട്. പിന്നെ അവള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവളുടെ വിചാരം നമ്മൾ കറങ്ങാൻ പോവാണെന്നാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഗ്രൂമിങ് സെന്ററിൽ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പെറ്റ് ഗ്രൂമിങ് സലൂണിലെത്തി. റോഡ് സൈഡിൽ തന്നെയാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊരു വൈകുന്നേരം 4 മണിക്കാണ് ഇവിടെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് വന്നത്. ഇതൊരു സ്പോൺസർ വീഡിയോ ഒന്നല്ല കേട്ടോ, നമ്മൾ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അത്യാവശ്യം നല്ല സ്ഥലം നോക്കി വന്നതാണ്. നേരത്തെ ജൂഡി ഗ്രൂമിങ്ങിന് പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആൾക്ക് ഇവിടെ എത്തിയതിന് ശേഷം മനസ്സിലായി പണി പാളിയെന്ന്. പക്ഷെ ആൾ ഭയങ്കര കോഓപ്പറേറ്റീവ് ആണ്, പാവാണ്, അടങ്ങി നിന്നോളും. പക്ഷെ മൂപ്പരാൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ഗ്രൂമിങ്. കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അവൾക്ക് മടുത്തിട്ട് പാടുണ്ടായിരുന്നില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ അവളുടെ സ്വഭാവം മാറാൻ തുടങ്ങും. കുളിച്ച് തോർത്തി ബ്ലോ ഡ്രൈങ് ഒക്കെ തുടങ്ങിയപ്പോഴേക്കും ജൂഡിക്ക് നല്ലോണം മടുത്തു. അവൾ ഒരുപാട് നേരം ഞങ്ങൾ രണ്ടാളെ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി കിട്ടിയാൽ മതി എന്നായിരുന്നു ജൂഡിക്ക്. അവൾ ഭയങ്കര വോക്കലാണ്, അവൾക്ക് വേണ്ട കാര്യങ്ങൾ നല്ലോണം പറയും. പിന്നെ കൈയൊക്കെ വെച്ച് നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഒന്ന് നിർത്ത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. പാവമാണ്, കണ്ടിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും പാവം തോന്നി. പിന്നെ ഈ രോമങ്ങളൊക്കെ അവളുടെ മേത്തുനിന്ന് പോരാൻ നിൽക്കുന്നുണ്ടായ രോമാണ്. ഒരുപാട് രോമം ഉണ്ടായിരുന്നു അവളുടെ മേത്തുനിന്ന് പോരാൻ നിൽക്കുന്നുണ്ടായേ. പിന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് പാവം തോന്നി. പക്ഷെ ഇവക്കും കൂടി വേണ്ടിയിട്ടല്ലേ.
അവളുടെ ഈ നോട്ടം കണ്ടപ്പോ ഞങ്ങൾക്ക് രണ്ടാക്കും പാവം തോന്നി. അവള് നമ്മളോട് പറയാൻ നോക്കിയിട്ട് അവസാനം നമ്മൾ കേട്ടില്ലല്ലോ. അപ്പൊ അവസാനം മിണ്ടാണ്ട് പാവം ഇരിക്കുക അവിടെ. അവസാനം ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ആ പയ്യനെ ഒട്ടും സമ്മതിക്കണ്ടായിരുന്നത് അവളെ ചെവി തൊടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എനിക്കും കൂടെയും പോകേണ്ടി വന്നു അവളുടെ ചെവി, അവളുടെ ഫേസ് പിടിക്കാൻ വേണ്ടിയിട്ട്. ചൂടിയുടെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞു. ഫൈനലി അവൾക്ക് അവളുടെ ജീവൻ തിരിച്ചു കിട്ടിയെന്നായിരിക്കും തോന്നുന്നത്. അവളിവിടുന്ന് ഓടാൻ നോക്കായിരുന്നു. അതുപോലെ അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു തന്നു. ഇവിടുത്തെ എംപ്ലോയീസ് ആണെങ്കിലും ശരി, അനു പറഞ്ഞ കുട്ടിയും പിന്നെ റാസ് എന്ന് പറഞ്ഞ പയ്യനാണ് ഇവളെ ഗ്രൂമിങ് ചെയ്തത്. രണ്ടാളും വെറും പാവമാണ്. ഈവൻ ഓണർ വരെ വെറും പാവമാണ്. ചൂടിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ടോയും പിന്നെ ഒരു ചിക്കൻ്റെ സ്റ്റിക്കും വാങ്ങിച്ചു. പിന്നെ അതുപോലെ ഓണർ നമുക്കൊരു ഫ്രീ ആയിട്ട് ജൂഡിക്ക് വേണ്ടിയിട്ട് ഒരു കോൾഡ് മാറ്റും തന്നു. പാവട്ടോ. ഞങ്ങളപ്പോ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജൂഡി നല്ലോണം ക്ഷീണിച്ചു. അവൾക്ക് ഇവിടെ അവള് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട്. അതുപോലെ അവള് നന്നായിട്ട് ചെയ്തു കേട്ടോ. ലൈക്ക് ഞങ്ങള് പാവങ്ങളായിരുന്നു. ആ ഓണറും പാവമായിരുന്നു, ആ ചെയ്ത കുട്ടിയും ഭയങ്കര പാവമായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അകത്ത് പോയിട്ട് അവളുടെ കൂടെ തന്നെ നിൽക്കാൻ സമ്മതിച്ചു, വീഡിയോ എടുക്കാൻ സമ്മതിച്ചു. അതുപോലെ ഭയങ്കര പാവം ആൾക്കാരായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടായ. ഓണറും പാവമായിരുന്നു. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു കൂളിംഗ് ബെഡൊക്കെ തന്നു. അത് ഞാൻ കാണിച്ചു തരാം വീട്ടിൽ ചെന്നിട്ട്. പാവങ്ങളായിരുന്നു, നല്ല നല്ല സ്ഥലമായിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തു. നല്ല ഭംഗിയുണ്ട് ഇപ്പൊ അവളെ കാണാൻ വേണ്ടിയിട്ട്. പോയ പോലൊന്നുമല്ല. ഞാൻ ഈവൻ ചെളിയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു അവളുടെ ചെവിൻ്റെ അകത്ത് ചെളി. അവര് നന്നായിട്ട് തന്നെ അത് ക്ലീൻ ചെയ്തു. പിന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഭംഗിയായിട്ടാണ് അവർ ചെയ്തത്. ആകെ 800 റുപ്പീസ് ആയിരുന്നു അവളുടെ ഈ ഒരു സെഷന് ആയത്. പിന്നെ ബാക്കി ഞാൻ ഫുള്ള് മേക്ക് ഓവർ അവളെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ആള് ഭയങ്കര ടയർഡാണ്. ഇപ്പൊ പിന്നെ ഞങ്ങളും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. ജൂഡിക്ക് വാങ്ങിച്ച ടോയും ആ ചിക്കൻ്റെ സ്റ്റിക്സും അവൾക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ഇത് ഈ മാറ്റും അവൾക്ക് നല്ലോണം ഇഷ്ടമായി. ഇതിൻ്റെ അകത്ത് കുറച്ച് വാട്ടർ പാക്കറ്റ്സ് ഉണ്ട്. അത് നമ്മൾ ഫ്രീസ് ചെയ്തതിന് ശേഷം ഈ ഒരു ബാഗിൻ്റെ അകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ മേലെ കിടക്കാൻ പറ്റും. അങ്ങനെ ജൂഡിയൻ്റെ ഫൈനൽ ലുക്ക്. അരുണേട്ടൻ അമ്മ ജൂഡിയനെ ആദ്യം കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് ജൂഡിയനെ കാണാൻ ആണുങ്ങളൊക്കെ മീശ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ടെന്ന്. എനിക്ക് പക്ഷെ പപ്പിക്കുട്ടിയുടെ പോലെയാണ് തോന്നിയത്. പക്ഷെ അമ്മ അങ്ങനെയാണ് പറഞ്ഞത്. അതുപോലെ ഇതാണ് നമ്മൾ ജൂഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഇയർ സൊല്യൂഷൻ. ഇത് അവളുടെ ചെവിയിൽ ഒറ്റിച്ച് കുറച്ച് കഴിഞ്ഞ് തുടച്ചു കൊടുത്താൽ മതി. അപ്പം തന്നെ ചെളിയൊക്കെ പോവും. ആൻഡ് ഇതാണ് അവളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക്. ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. സൈനിങ് ഓഫ് ആര്യ.